ഇസ്ലാമിൻ്റെ മഹിത ദർശനം കേരളക്കരയിൽ പ്രകാശിപ്പിക്കാൻ AD 1521 റഷ്യയിലെ ബുഖാറയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് എത്തിയ സയ്യിദ് അഹ്മദ് ജലാലുദ്ദീൻ ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരയിലെ ഒരു ഉത്കൃഷ്ട വ്യക്തിത്വമായി സയ്യിദ് സൈനുദ്ദീൻ കോയ തങ്ങൾ എന്ന ഏന്തീൻ കുട്ടി കോയ തങ്ങളുടെ പുത്രനായി 1886 കോട്ടക്കലിനടുത്ത പറപ്പൂരിലായിരുന്നു വലിയുല്ലാഹി അച്ചിപ്പുറത്തങ്ങൾ എന്ന മുഹമ്മദ് കോയത്തങ്ങൾ ജനിച്ചത്. ചികിത്സാ വിശാരദൻ, ആത്മീയ നേതാവ്, അള്ളാഹുവിൻ്റെ വലിയ എന്നീ നിലകളിലെല്ലാം മലയാള മണ്ണിനെ തൻ്റെ തേജസ്സാർന്ന വ്യക്തിപ്രഭാവത്തിലൂടെ ധന്യമാക്കിയ അച്ചിപ്പുറത്തങ്ങൾ 63-ാമത്തെ വയസ്സിൽ AD 1949 ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാനവറുകൾ കുറ്റിപ്പുറം കഴുത്തല്ലൂർ ജുമാ മസ്ജിദിന് സമീപം സ്ഥിതി ചെയ്യുന്ന മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. പ്രവാചക സന്താന പരമ്പരയിലെ ബുഖാരി കബീലയിൽ ജനിച്ച വലിയുല്ലാഹി അച്ചിപ്പുറത്തങ്ങളുടെ മദ്ഹ് ഗാനങ്ങൾ ഞങ്ങൾ ജനസമക്ഷം സമർപ്പിക്കുന്നു. ഒമ്പത് ഹജ്ജുകൾ ചെയ്തു മർഹൂമം തങ്ങള്, ഒരുവന്റെ പ്രീതി സമ്പാദിച്ചേറ്റമ തിങ്കള്. മക്കത്തും നാട്ടിലും കണ്ടൊരേ നേരം അജബല്ലേ, മഞ്ഞാൻ തൻ ഔലിയ പട്ടം കിട്ടിയാൽ പതിവല്ലേ. 9 ഹജ്ജുകൾ ചെയ്തു മർഹൂമം തങ്ങള്, ഒരുവന്റെ പ്രീതി സമ്പാദിച്ചേറ്റമ തിങ്കള്. മക്കത്തും നാട്ടിലും കണ്ടൊരേ നേരം അജബല്ലേ, മന്നാൻ തൻ ഔലിയ പട്ടം കേട്ടിയാൽ പതിവല്ലേ. വെള്ളമൊരിക്കലും കാണൂലെന്ന് ഉറപ്പിച്ചേ, വട്ടത്തിൽ വെള്ളം ഉറവത്തങ്ങളും കാണിച്ച കാരണം വെള്ളത്തങ്ങൾ ഇസ്മായേ. കനിവരെ സിദ്ധികൾ നാട്ടിലെങ്ങും വെളിവായേ. 9 ഹജ്ജുകൾ ചെയ്തു മർഹൂമം തങ്ങള്, ഒരുവന്റെ പ്രീതി സമ്പാദിച്ചേറ്റമ തിങ്കള്. മക്കത്തും നാട്ടിലും കണ്ടൊരേ നേരം അജബല്ലേ, മന്നാൻ തൻ ഔലിയ പട്ടം കേട്ടിയാൽ പതിവല്ലേ. അച്ചിപ്പുറദേശം തന്നിൽ നിന്നും നേക്കാലേ, അച്ചിപ്പുറം തങ്ങളെന്നറിവായിടുങ്കാലേ. സൂഫി സജീവിതമാലങ്ങേറ്റം കറാമത്ത്, ഷറഫിൽ വെളിവായി മുത്തിൻ ജീവിതകാലത്ത്. 9 ഹജ്ജുകൾ ചെയ്തു മർഹൂമം തങ്ങള്, ഒരുവന്റെ പ്രീതി സമ്പാദിച്ചേറ്റമ തിങ്കള്. മക്കത്തും നാട്ടിലും കണ്ടൊരേ നേരം അജബല്ലേ, മന്നാൻ തൻ ഔലിയ പട്ടം കിട്ടിയാൽ പതിവല്ലേ. ജീവന മാർഗമെന്നോതി ഈയാത്തുകുട്ടിക്ക്, ജീവിതകാലത്ത് തങ്ങൾ ഏകി പശുക്കുട്ടി. അതിരാലെ ബർക്കത്തുണ്ടായി മങ്കത്തൻ ശേഷവും, ആ പയ്യൻ പിന്മുറ പാലു നൽകി വിശേഷമേ. 9 ഹജ്ജുകൾ ചെയ്തു മർഹൂമം തങ്ങള്, ഒരുവന്റെ പ്രീതി സമ്പാദിച്ച
മക്കത്തും നാട്ടിലും കണ്ടൊരേ നേരം അജബല്ലേ മന്നാൻ തൻ ഔലിയ പട്ടം കേട്ടിയാൽ പതിവല്ലേ 9 ഹജ്ജുകൾ ചെയ്തു മർഹൂമം തങ്ങള് ഒരുവന്റെ പ്രീതി സമ്പാദിച്ചേറ്റ മത്തിങ്കള് മക്കത്തും നാട്ടിലും കണ്ടൊരേ നേരം അജബല്ലേ മന്നാൻ തൻ ഔലിയ പട്ടം കേട്ടിയാൽ പതിവല്ലേ ഒളിവരാം സയ്യിദിൻ പോരീശ കേൾക്കണ്ടേ ഒരു നാൾ മുഹമ്മദ് വരിക്കപ്പൂലാൻ തന്റെ കൈകളിൽ തങ്ങളെ ഏലസു കിട്ടിയെ കൈമാറിയില്ല ഉറങ്ങാനൊരുങ്ങിയെ ഒളിവരാം സയ്യിദിൻ പോരീശ കേൾക്കണ്ടേ ഒരു നാൾ മുഹമ്മദ് വരിക്കപ്പൂലാൻ തന്റെ കൈകളിൽ തങ്ങളെ ഏലസു കിട്ടിയെ കൈമാറിയില്ല ഉറങ്ങാനൊരുങ്ങിയേ നിദ്രാവിഹീനമായി രാവതാതിരുന്നു നേരിട്ട് തങ്ങളെ സന്നിധിയെത്തുന്നു എത്തിയെടുത്തു കൊടുത്തതായലസ് എംബി ഓലിയോരും പോയുന്നുറങ്ങുവാൻ ഒളിവരാം സയ്യിദിൻ പോരീശ കേൾക്കണ്ടേ ഒരു നാൾ മുഹമ്മദ് വരിക്കപ്പൂലാൻ തന്റെ കൈകളിൽ തങ്ങളെ ഏലസു കിട്ടിയെ കൈമാറിയില്ല ഉറങ്ങാനൊരുങ്ങിയേ ഉറക്കം വെടിഞ്ഞത് തങ്ങളറിഞ്ഞെന്ന് ഉറപ്പിച്ച് മാപ്പ് പറഞ്ഞു മുഹമ്മദ് കുട്ടിയെ നല്ലോണം നോക്കണമെന്നുമ്മ തന്നോട് തങ്ങളും നിർദ്ദേശമേകിയെ ഒളിവരാം സയ്യിദിൻ പോരീശ കേൾക്കണ്ടേ ഒരു നാൾ മുഹമ്മദ് വരിക്കപ്പൂലാൻ തന്റെ കൈകളിൽ തങ്ങളെ ഏലസു കിട്ടിയെ കൈമാറിയില്ല ഉറങ്ങാനൊരുങ്ങിയേ എന്തിത് എന്ന് മുഹമ്മദും ചിന്തിച്ച് എന്നാൽ ഒരു നാളിൽ സംഭവം ദർശിച്ച് ആടിനെ തീറ്റിക്കാൻ പാടത്ത് പോയപ്പോൾ അപകടമുണ്ടായി കുട്ടി മരിച്ചല്ലോ ഒളിവരാം സയ്യിദിൻ പോരീശ കേൾക്കണ്ടേ ഒരു നാൾ മുഹമ്മദ് വരിക്കപ്പൂലാൻ തന്റെ കൈകളിൽ തങ്ങളെ ഏലസു കിട്ടിയെ കൈമാറിയില്ല ഉറങ്ങാനൊരുങ്ങിയേ ഉഴിഞ്ഞിട്ട ആട് താടിച്ച് കൊഴുത്താരെ ഉള്ളത്തിൽ ഇയാതു മാറ്റി ചിന്തിച്ചാരെ മറ്റൊരു ആടിനെ തങ്ങൾക്ക് നൽകണം മുട്ടനെ അങ്ങിനെ സ്വന്തമാക്കിയിടണം ഒളിവരാം സയ്യിദിൻ പോരീശ കേൾക്കണ്ടേ ഒരു നാൾ മുഹമ്മദ് വരിക്കപ്പൂലാൻ തന്റെ കൈകളിൽ തങ്ങളെ ഏലസു കിട്ടിയെ കൈമാറിയില്ല ഉറങ്ങാനൊരുങ്ങിയേ മറ്റുള്ള ആടുകളൊക്കെയും അന്നേരം മുട്ടിലിഴയുന്നു ഒലിയിൻ കാരാമത്ത് മങ്കയും തങ്ങളിൽ മാപ്പപേക്ഷിച്ചാരെ മുമ്പത്തെ പോലെയാ ജങ്ങൾ നാടുകൊണ്ടേ ഒളിവരാം സയ്യിദിൻ പോരീശ കേൾക്കണ്ടേ ഒരു നാൾ മുഹമ്മദ് വരിക്കപ്പൂലാൻ തന്റെ കൈകളിൽ തങ്ങളെ ഏലസു കിട്ടിയെ കൈമാറിയില്ല ഉറങ്ങാനൊരുങ്ങിയെ ഒളിവരാം സയ്യിദിൻ പോരീശ കേൾക്കണ്ടേ ഒരു നാൾ മുഹമ്മദ് വരിക്കപ്പൂലാൻ തന്റെ കൈകളിൽ തങ്ങളെ ഏലസു കിട്ടിയെ കൈ
കൈമാറിയില്ല ഉറങ്ങാനൊരുങ്ങിയേ. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായി മലബാർ മണ്ണിനെ പ്രഭാപൂരിതമാക്കിയ അച്ചിപ്പുറത്തങ്ങളുടെ സ്മരണാർത്ഥം നിർമ്മിച്ച അച്ചിപ്പുറത്തങ്ങൾ സ്മാരകമന്ദിരം മഹാനുഭാവന്റെ മക്കാമിന് വടക്ക് ഭാഗത്തായി കാണാം. അച്ചിപ്പുറത്തങ്ങളുടെ പൗത്രൻ സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ അനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കുറ്റിപ്പുറത്തിന്റെ മണ്ണിൽ പ്രസ്തുത സ്മാരകം ഉയർന്നുവരികയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തിന് നിങ്ങൾ നൽകുന്ന സഹായ സഹകരണത്തിന് 1000 നന്ദികൾ അർപ്പിക്കുന്നു. അല്ലാഹു അതിന്റെ പ്രതിഫലം നൽകട്ടെ. ആമീൻ. അച്ചിപ്രത്തങ്ങൾ സ്മാരക മന്ദിരം. ഫോൺ 04942615 09426077784. മൊബൈൽ 9447843763. സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങൾ രചിച്ച വലിയുല്ലാഹി അച്ചിപ്രത്തങ്ങൾ ജീവചരിത്രം പുറത്തിറങ്ങി. കോപ്പികൾക്ക് ബന്ധപ്പെടുക. ഫോൺ 04942615 049426077784. മൊബൈൽ 9447843763.